സരിത എസ് നായർ നടൻ ബാബുരാജിനെതിരെ ഒരു പരാതിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരൊരു പോസ്റ്റൊക്കെ ഇട്ട് ആ പോസ്റ്റ് വലിയ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ സിനിമാ താരങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതിൽ എനിക്കെന്താ റോൾ എന്നാണ് ഇപ്പോൾ ചോദ്യം വരുന്നതെന്നറിയാം. ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല. ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലും ഉണ്ടായി. ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സരിത ഉള്ളത്. വെല്ലൂരൊക്കെ ചികിത്സയിലാണ്. സരിതയ്ക്ക് ഇത്തരത്തിൽ വലിയ പൈസ വേണ്ടി വരുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ജേക്കബ് ആണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതേപ്പറ്റി പറയാതിരിക്കാൻ ആകില്ല എന്ന് തോന്നിപ്പോയത്. 2018 അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തതെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു. 2018 എൻ്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ ബാബുരാജിനെ ഒരു പണം ഏൽപ്പിച്ചു. ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിലുണ്ടായിരുന്ന KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കുകയാണ് ബാബുരാജ് ചെയ്തതെന്നാണ് ഇപ്പോൾ സരിത ആരോപിക്കുന്നത്. എന്നോട് മാത്രമാണോ എന്ന് ഞാൻ ഇത് അന്വേഷിച്ചു. കാരണം ഇത്തരത്തിലുള്ള ചതി ചെയ്തത് എന്നോട് മാത്രമാണോ എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.